ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. സീതാന്വേഷണം. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമേതു കൊന്നു. വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. നാലഞ്ചു ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരവീഷ ദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനുമുൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതുമറിഞ്ഞീലല്ലോ പരമാർത്ഥമിക്കാലമിവനെയും വഞ്ചിക്കുന്ന തേവരും. രക്ഷോനായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മീ ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണനറിഞ്ഞാൽ ഈ കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളു ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ. രക്ഷോ നായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തത്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ. അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാമയോധ്യയ്ക്കു വൈകാതെ പിന്നെ. അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിത് കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോദ്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായി അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകുമെന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർത്യനപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാലിവനെയും വഞ്ചിച്ചു ദുഃഖിപ്പു ഞാൻ പ്രാകൃത പുരുഷനെപ്പോലെ എന്നകതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ, എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ. രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകജാതികൾക്കെന്തോ നരുതാത്തതോർത്താൽ.
അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരമുറ ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി ഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം. ഹാ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരന്തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവ നാദമെന്നുറക്കയാൽ. അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലാപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും. രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവൊരു ചൊന്നേൻ. എന്നതു കേട്ടു ദേവി പിന്നെയുമുറ ചെയ്താളെന്നോടു പലതരമിന്നവയെല്ലാം ഇപ്പോൾ നിൻ തിരുമുൻപിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ. സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിൻ തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേ. എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയുമെന്നു നീ അറിയുന്നതില്ലേ. രാക്ഷസാം പരിഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്നിങ്ങുമേ നോക്കിക്കാണാൻ ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൻ നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാ ഹാ വല്ലഭേ സീതേ ഹാ ഹാ മൈഥിലീനാഥേ ഹാ ഹാ ജാനകീ ദേവി ഹാ ഹാ മത്പ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നിടൂ മടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ. പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം.
വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു? യുദ്ധമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു. സത്വരം നീളത്തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകനചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്ക് സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായകയാ. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം, മായാമൃഗമായി വേഷം കെട്ടിവന്ന ആരെയും ആകർഷിക്കുന്ന രൂപത്തോടുകൂടിയ മാരീച അസുരം, ആ മാരീചാസുരനെ എയ്തു കൊന്നു. കൊന്നതിന് ശേഷം വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. എത്രയും പെട്ടെന്ന് തിരിച്ച് ആശ്രമത്തിലേക്ക് എത്താൻ വേണ്ടി ധൃതി പിടിച്ച് വരുന്ന ആ രാഘവൻ തിരുവടി 4-5 ശരപ്പാട്. ശരപ്പാട് പണ്ടത്തെ കാലത്ത് ദൂരം അളക്കുന്ന ഒരു അളവുകോലാണ് ശരപ്പാട്. ശരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം, അതായത് എത്ര ശരം വെക്കണം എന്ന രീതിയിൽ, അതാണ് ശരപ്പാട്. അപ്പൊ 4-5 ശരപ്പാട് നടന്നതേയുള്ളൂ. നടന്നോരനന്തരം ബാലകൻ വരവ്. ബാലകൻ എന്നാൽ ഇവിടെ ലക്ഷ്മണൻ. ലക്ഷ്മണൻ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വരുന്നത് ഈഷത്ത് ദൂരവേ, കുറച്ച് ദൂരെയായിട്ട് കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നത് കണ്ട് രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. അങ്ങനെ ലക്ഷ്മണൻ വരുന്നത് കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ ഉള്ളിൽ ചില കാര്യങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചു. അതാണ് കരണീയം എന്നാൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ. ലക്ഷ്മണനേതും അറിഞ്ഞീലല്ലോ പരമാർത്ഥം. ഇവിടെ മായാസീതയെയാണ് കട്ടുകൊണ്ടുപോയതെന്നും യഥാർത്ഥ സീത അഗ്നിയിൽ ഉണ്ട് എന്നൊന്നും ലക്ഷ്മണൻ അറിഞ്ഞിട്ടില്ല. അതാണ് ലക്ഷ്മണനേതും അറിഞ്ഞീലല്ലോ പരമാർത്ഥം, ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ. തൽക്കാലം ലക്ഷ്മണൻ ഇതറിയാതിരിക്കുന്നതാണ് നല്ലത്. രക്ഷോനായകൻ കൊണ്ടുപോയത് മായാസീത, ലക്ഷ്മീദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു? അങ്ങനെ അല്ല എങ്കിൽ ഒരിക്കലും രാവണന് സീതയെ കട്ടുകൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഈ കാര്യവും വന്നുകൂടാ. അഗ്നിമണ്ഡലത്തിലാണ് യഥാർത്ഥ സീതാദേവി ഇരിക്കുന്നത്. എന്നാൽ ലക്ഷ്മണൻ ഇത് ഇപ്പോൾ അറിയേണ്ടതില്ല. അപ്പോൾ ലക്ഷ്മണനെയും ഈ കാര്യം അത് അറിയിക്കാതിരിക്കാൻ ഞാനും, അതാണ് ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതൻ എന്ന പോലെ, ഇനി ഞാൻ കുറച്ചൊന്ന് അഭിനയിക്കേണ്ടിയിരിക്കുന്നു. ഒരു പ്രാകൃതനെ പോലെ ഞാനും ദുഃഖം അഭിനയിക്കണം. മൈക്കണ്ണി തന്നെ തിരഞ്ഞാശ് പോയി ചെല്ലാമല്ലോ രക്ഷോനായകനുടെ രാജ്യത്തിൽ. അപ്പോൾ ഈ ഒരു കാരണം, അതായത് സീതാന്വേഷണം എന്ന രീതിയിൽ രക്ഷോനായകനുടെ, ആ രാക്ഷസനായകനായ രാവണന്റെ രാജ്യത്തിൽ പോയി ചെല്ലാമല്ലോ. എന്നാൽ പിന്നെ എങ്കിൽ മാത്രമേ തത്കുലത്തോടും കൂടെ, ആ രാക്ഷസ കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ, എന്നിട്ടേ അങ്ങനെ രാവണനെ കൊല്ലാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ,
അവിടെ പറയുകയാണ് സത്യം, അതായത് അഗ്നിശുദ്ധി വരുത്തണം എന്നൊക്കെയുള്ളൊരു നാടകം അവിടെ കളിക്കേണ്ടിയിരിക്കുന്നു. അതാണ് വ്യാജാൽ സീതയെ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്ക് വൈകാതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ഷയധർമ്മമോട് രാജ്യത്തെ വഴിപോലെ രക്ഷിച്ച്, അക്ഷയധർമ്മം ഒരിക്കലും ക്ഷയിക്കാത്ത ധർമ്മത്തോടെ ഈ അയോധ്യയെ രക്ഷിച്ച് കിഞ്ചിത് കാലം, കുറച്ചു കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോദ്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായിട്ട്, പുഷ്കരോദ്ഭവൻ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചതിനനുസരിച്ചാണല്ലോ ഞാൻ അർക്കവംശത്തിങ്കൽ മർത്യനായി പിറന്നതും. സൂര്യവംശത്തിൽ ഞാനിപ്പോൾ പിറന്നത് തന്നെ ഈ ഒരു കാര്യത്തിനു വേണ്ടിയാണ്. മായാമാനുഷനാകുമെന്നുടെ ചരിതവും, ഇനി ഇങ്ങനെ രാവണനെ കൊല്ലുക മാത്രമല്ല, ഈ ചരിതം ഇത് നമ്മൾ പാടി നടക്കണം, ഭക്തന്മാർക്ക് പാടി നടക്കാനാണ്. മായാവൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും, ഇതൊക്കെ ഇനി വരുന്ന കാലത്തെ എൻ്റെ ഭക്തന്മാർ ഇതൊക്കെ കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്യുകയാണെങ്കിൽ ഭക്തിമാർഗേണ, ഭക്തിയോടുകൂടെ ഇത് ചെയ്യും. മർത്യൻ അപ്രയാസേന, അങ്ങനെ ചെയ്യുന്ന മർത്യൻ ഒരു പ്രയാസവുമില്ലാതെ മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും, ഒരു സംശയവും വേണ്ട. അപ്പൊ ഭഗവാന്റെ അവതാരം ചില ലക്ഷ്യങ്ങൾക്ക് മാത്രമല്ല, അങ്ങനെയുള്ള വീരചരിതങ്ങളിലൂടെ ഭക്തന്റെ മനസ്സിനെ കുളിരണിയിക്കണം. അത് പാടാനും പറയാനും കേൾക്കാനും ആ ഭക്തൻ അങ്ങനെ കൊതിക്കണം. അതിനുവേണ്ടിയാണ് എല്ലാ അവതാരങ്ങളും. ഇനി വീണ്ടും ലക്ഷ്മണനോട് എന്താ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പറയുകയാണ്. ആകയാൽ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പദ്ധതി എന്നതിനാൽ, ആകയാൽ ഇവനെയും വഞ്ചിക്കുക എന്നാൽ തൽക്കാലത്തേക്ക് ചെറിയൊരു അഭിനയം, ദുഃഖിപ്പു ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നകതാരിൽ നിർണയിച്ച്, ഇങ്ങനെ ഉള്ളിൽ നിശ്ചയിച്ചുറപ്പിച്ച ശ്രീരാമചന്ദ്രൻ അവരജനോട് അരുൾ ചെയ്തിടിനാൻ. അനുജനായ ലക്ഷ്മണനോട് ആകെ ആകുലപ്പെട്ട് ചോദിക്കുകയാണ്, പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ, ഇതെന്താ നീ ഇങ്ങോട്ട് പോന്നത്? സീതയ്ക്കാരാ കൂടെയുള്ളത്? എന്തിനിങ്ങോട്ട് പോന്നു? ജാനകി തന്നെ ബലാൽ എന്തിന് വെടിഞ്ഞു നീ? രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ? കണ്ടകജാതികൾക്ക് എന്തോന്നരുതാത്തതോർത്താൽ നീ എന്ത് വിഡ്ഢിത്തമാണ് ഈ ചെയ്തത്? ഇവിടെ ആളെ പിടിച്ചു തിന്നുന്ന രാക്ഷസന്മാർ, അവർക്ക് ഒരു നീതിയുമില്ല, ന്യായവുമില്ല. അവർ കണ്ട് കഴിഞ്ഞാൽ അപ്പ ഭക്ഷിച്ചു കളയും. അഗ്രജവാക്യമേവം കേട്ട്, ജ്യേഷ്ഠന്റെ വാക്യം കേട്ട് ലക്ഷ്മണൻ താനും അഗ്രേ ഉടൻ തൊഴുതു വിവശനായി, ആകെ പരവശനായിട്ട് ലക്ഷ്മണൻ നിസ്സഹായനായിട്ടാണ് പറഞ്ഞത്. ഗദ്ഗദാക്ഷരം ഉര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ. താൻ എങ്ങനെ കേട്ട് സഹിച്ചുവോ ആ വചനങ്ങളെ ബാഷ്പവും തൂകി കണ്ണുനീരോടുകൂടെ ശ്രീരാമചന്ദ്രനോട് അതേപോലെ പറയുകയാണ് നേരത്തെ എന്താ സംഭവിച്ചത് എന്ന്. അപ്പോൾ ഇവിടെ ആശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത്, സീതയും ലക്ഷ്മണനും ഇരിക്കുന്ന സമയത്ത് ഈ ഒരു നിലവിളി കേട്ടു. ഹാഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം, ഹാഹാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടും ഇപ്പോൾ. ഈ ഒരു നിലവിളിയാണ് കേട്ടത്. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ട്, അതായത് രാക്ഷസനായിരുന്ന മാരീചന്റെ വിലാപം കേട്ട് മുഗ്ധഗാത്രിയും സുന്ദരിയായിട്ടുള്ള ആ സീതയും തവനാദം എന്നുറക്കയാൽ, ഭഗവാനെ അങ്ങയുടെ നാദമാണെന്ന് സീതാദേവി തെറ്റിദ്ധരിച്ചു. അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലാപിച്ചു. എന്നിട്ട് സത്വരം ചെന്ന് രക്ഷിക്ക എന്ന് എന്നോട് അരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ, ചിത്തമോഹവും വേണ്ട. സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതം ഇത് നൂനം. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. ലക്ഷ്മണൻ പറഞ്ഞു, ഇത് എൻ്റെ ജ്യേഷ്ഠന്റെ ശബ്ദമല്ല, ഇതൊക്കെ ആ രാക്ഷസന്മാരുടെ കളികളാണ് എന്ന് നൂനം. ഇതൊക്കെ പറഞ്ഞിട്ടും കാൽക്ഷണം പൊറുക്കെന്ന് ഞാൻ പലവുരു ചൊന്നേൻ. കുറച്ചു നേരമെങ്കിലും ഒന്ന് ക്ഷമിച്ചിരിക്കൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. എന്നത് കേട്ട് ദേവി പിന്നെയും ഉര ചെയ്താൾ എന്നോട് പലതരം. പക്ഷേ ഇന്നവയെല്ലാം ഇപ്പോൾ നിൻ തിരുമുമ്പിൽ നിന്ന് ചൊല്ലുവാൻ പണിയെന്നാൽ. ജ്യേഷ്ഠത്തി എന്നോട് പറഞ്ഞ എല്ലാ വാക്കുകളും
അങ്ങയോട് എനിക്ക് പറയാൻ സാധിക്കില്ല. അത്രയും സഹിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ജ്യേഷ്ഠത്തി പറഞ്ഞത്. സന്താപത്തോട് ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ട് ചിന്തിച്ച് ദേവകളെ പ്രാർത്ഥിച്ച് രക്ഷാർത്ഥമായി. ഇനിയും അവിടെ നിന്നാൽ എനിക്കിത് കേട്ടിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ദേവകളെ പ്രാർത്ഥിച്ച് രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. അങ്ങനെ ജ്യേഷ്ഠത്തിയുടെ സഹിക്കാൻ പറ്റാത്ത കൂരമ്പുകൾ പോലെയുള്ള വാക്കുകേട്ട് സഹികെട്ട് ഞാൻ ഇറങ്ങി വന്നു പോയതാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, എങ്കിലും പിഴച്ചിതു പോന്നത് സൗമിത്രേ നീ, എന്നാലും വരരുതായിരുന്നു. ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ? ഇങ്ങനെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് പേര് ഈ ലോകത്തുണ്ടാകും. ഒരിക്കലും അവനവന്റെ മനസാക്ഷിക്കനുസരിച്ചല്ലാതെ ഒരു കാര്യവും ചെയ്യരുത്. ഇനി അതാര് പറഞ്ഞാലും ശരി. അതാണ് ഭഗവാൻ നമുക്ക് തരുന്ന ഉപദേശം. അതാരുമാവട്ടെ, ഒരുപക്ഷെ നിങ്ങൾക്ക് ധിക്കരിക്കാൻ സാധിക്കാത്ത ഒരാളായിരിക്കാം പറയുന്നത്, പക്ഷേ നിങ്ങളുടെ മനസാക്ഷി എന്താണോ പറയുന്നത് അത് മാത്രമേ ചെയ്യാവൂ. കാരണം മനസാക്ഷി എന്ന് പറയുന്നത് ആ ഈശ്വരനാണ്. ഈശ്വരൻ നമ്മളോട് പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത്. അപ്പോൾ അതാണ് ഭഗവാൻ പറയുന്നത്, എന്നാലും നീ പോരരുതായിരുന്നു. എന്നിട്ട് ഒരു സ്വാഭാവികമായിട്ട് ഒരു ലോക കാര്യം പറയുകയാണ്. യോഷമാരുടെ വാക്ക് സത്യമെന്നോർക്കുന്നവൻ ഭോഷൻ എത്രയുമെന്ന് നീ അറിയുന്നതില്ലേ. ഇവിടെ യോഷമാർ എന്നാൽ സ്ത്രീകൾ എന്നതുകൊണ്ട് ആ ഒരു സ്ത്രൈണഭാവം, ഒന്നിനെയും വിവേചിച്ചറിയാത്ത ഒരു തരം ചിന്താഗതിയുള്ള, അവിടെ ആ ശരീരം കൊണ്ടല്ല സ്ത്രീകൾ എന്നുദ്ദേശിക്കുന്നത്, കാര്യങ്ങൾ വിവേചിച്ചറിയാത്ത ആളുകൾ. അവരുടെ വാക്ക് സത്യമെന്നോർക്കുന്നവൻ ഭോഷൻ എത്രയുമെന്ന് നീ അറിയുന്നതില്ലേ. രാക്ഷസാം പരിശകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇനി എന്താണാവോ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? വേഗം വരൂ. ഇങ്ങനെ നിനച്ച് ഉടജാന്തർഭാഗത്തിങ്കൽ ചെന്ന് ആ ആശ്രമത്തിന്റെ മുറ്റത്തെത്തി. പക്ഷേ എങ്ങുമേ നോക്കിക്കാണാൻ ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടു. കണ്ടോ, അവിടെ ദുഃഖിച്ചു എന്നല്ല, ആ ദുഃഖഭാവത്തെ താൽക്കാലികമായിട്ട് രാമചന്ദ്രൻ വരുത്തിക്കുകയാണ് ചെയ്തത്. നിഷ്കളൻ എന്നാൽ ഭഗവാൻ ആരാണ്? ഒന്നിനോടും സംഘമില്ലാത്ത, ഒരു കലർപ്പുമില്ലാത്ത നിഷ്കള ബ്രഹ്മമാണ്, ആത്മാരാമനാണ്, എപ്പോഴും ആനന്ദിക്കുന്നവനാണ്, നിർഗുണൻ, ആത്മാനന്ദൻ. പക്ഷെ അങ്ങനെയുള്ള ഭഗവാനാണ് ഇവിടെ തൽക്കാലം ഒരു അഭിനയം. അങ്ങനെ ദേവിയെ വിളിച്ച് കരയുകയാണ്. ഹാഹാ വല്ലഭേ സീതേ, ഹാഹാ മൈഥിലീനാഥേ, ഹാഹാ ജാനകീ ദേവി, ഹാഹാ മത് പ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നിടുമടിയാതെ. ഇത്തരം പറയുകയും കാനനം തോറും നടന്ന് അത്തൽ പൂണ്ടന്വേഷിച്ചു. ആകെ വിറളി പൂണ്ട് വെപ്രാളം കൊണ്ട് അന്വേഷിച്ചു കാണാഞ്ഞു വിവശനായി. അങ്ങനെ ഭഗവാൻ വിളിച്ച് കരയുകയാണ്. വനദേവതമാരെ, നിങ്ങളുമുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതയെ? സത്യം ചൊൽവിൻ. വനജേക്ഷണ, അതായത് വനത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ ആസ്വദിക്കണമെന്ന് മുൻപ് ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വനത്തെ കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ സീതയെ നിങ്ങൾ കണ്ടുപോ വനദേവതമാരെ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ. മൃഗലോചന, മാൻ മിഴിയാൾ, അങ്ങനെയുള്ള സീതയെ കണ്ടുവോ? പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മളാക്ഷിയെ, നല്ല മാംസളമായ കണ്ണുകളുള്ള ആ മമ, എൻ്റെ ആ പക്ഷ്മളാക്ഷിയെ ചൊല്ലുവിൻ പരമാർത്ഥം. പക്ഷി സഞ്ചയങ്ങളോട് ചോദിക്കുകയാണ്. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ, താമര പോലെയുള്ള കണ്ണുകളുള്ള ആ സുന്ദരിയെ, എൻ്റെ ഭാര്യയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു? യുദ്ധമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു, സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. ഈ തിരയുന്നത് ആരാണ്? സർവദൃക്
എല്ലാറ്റിൻ്റെയും കണ്ണായിരിക്കുന്നവൻ, സർവേശ്വരൻ, സർവജ്ഞൻ, സർവാത്മാവാം സർവകാരണൻ, അനേകൻ, അചലൻ. ഇതൊക്കെ ആ പരമാത്മാവിൻ്റെ വിശേഷണങ്ങളാണ്. പരിപൂർണൻ, നിർമ്മലൻ, നിരാകാരൻ, നിരഹങ്കാരൻ, നിത്യൻ, ചിന്മയൻ, അഖണ്ഡ ആനന്ദാത്മകൻ, ജഗന്മയൻ, മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ. കാര്യമാനുഷൻ, അതായത് കാരണമായ പരമാത്മാവിൽ നിന്ന് സ്വയം ഒരു ഗുണത്തെ സ്വീകരിച്ചു വന്ന കാര്യമായിരിക്കുന്ന ആ മാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി, അജ്ഞാനികളായ നമ്മെ ബോധിപ്പിക്കാനായി. തത്വജ്ഞന്മാർക്ക് സുഖദുഃഖ ഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല അജ്ഞാനമില്ലായ്കയാൽ. ഭഗവാൻ എന്നത് ആ തത്വമാണ്. ആ തത്വത്തെ അറിയുന്നയാളും ഭഗവാനെ പോലെ തന്നെയാണ്. സുഖം ദുഃഖം ഇങ്ങനെയുള്ള ഭേദങ്ങളൊന്നും അവരുടെ ഉള്ളിൽ തോന്നുകയില്ല. കാരണം അജ്ഞാനമില്ലായ്കയാൽ. അജ്ഞാനം ഈ മായ തന്നെ. ആ മായയിൽ പെട്ട് ഭ്രമിക്കുന്നവർക്കാണ് സുഖം ദുഃഖം ഇങ്ങനെയുള്ള രണ്ട് ദ്വന്ദ്വം ഉള്ളത്. അതില്ലാത്തവർക്ക് ദുഃഖമേ ഇല്ല, സുഖവുമില്ല ദുഃഖവുമില്ല, എപ്പോഴും ഒരു പരമാനന്ദമാണ് എന്ന ഒരു കാര്യവും കൂടെ എഴുത്തച്ഛൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഓം ശ്രീരാമചന്ദ്രായ നമഃ.